കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ച സംഭവത്തിൽ പരാതിയുമായി ബന്ധുക്കൾ. ഡിഎംഒ, കളക്ടർ, ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നിവർക്കാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. കാലിന് മുറിവുമായി എത്തിയ വിജയന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ ചികിത്സ നിഷേധിച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. കഴിഞ്ഞ ദിവസമാണ് അത്തോളി സ്വദേശി രാജൻ ഇടതുകാലിലെ മുറിവിലെ പഴുപ്പിനെ തുടർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എന്നാൽ ചികിത്സയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കുടുംബം ഡിഎംഒയ്ക്കും ആരോഗ്യമന്ത്രിക്കും എംഎൽഎയ്ക്കും പരാതി നൽകിയത്. ജനം ടിവി വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ഡിഎംഒ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുമ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരായിരുന്നു ഒരു 11 മണി തൊട്ടിട്ട് ഒരു 5:15 വരെ അവിടെ ഉണ്ടായിരുന്നു. 5 മണി വരെ ഉണ്ടായിരുന്നു. 5:05, 5:10 ഉള്ളിൽ ഡോക്ടർ വന്നു. പക്ഷേ ആ സമയത്ത് അച്ഛൻ മരിച്ചിരുന്നു. ആ ഒരു 11 to 5:10 ആ ടൈം വരെ ഒരു ഡോക്ടർ അവിടേക്ക് വന്നിട്ടില്ല. അച്ഛനെ കീറി മുറിക്കേണ്ടി വന്നു എന്നുള്ളൊരു വേദന നമുക്ക് നന്നായിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂർ ഇവൻ സ്വന്തം നോക്കി നിൽക്കുമ്പോൾ ആൾ മനത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് മരിച്ചു വീഴുന്നു നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായി. അതൊക്കെ വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. അത് ഡോക്ടറെ അടുത്ത് വന്ന പിഴവാണ്. അയാൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സാധാരണക്കാരൻ്റെ അത്താണിയാണ്. അത് നശിപ്പിക്കുക, നേരെ നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള ആയിരിക്കും അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കണം, അല്ലാണ്ട് ഡോക്ടേഴ്സ് വരാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ നീക്കം. ജനം, കോഴിക്കോട്.